ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ അപെക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചില ആളുകൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ആവുന്നില്ല. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്നുണ്ട്, അതിൽ കൊടുത്തിട്ട് നമ്മളെ മെയിൽ ഐ ഡിയും ഇതൊക്കെ കൊടുത്താൽ മെയിലിലേക്ക് ഒരു OTP വരും. അങ്ങനെ ചെയ്താൽ ചില ആളുകൾക്ക് ഓപ്പൺ ആവും. ഇനി അതിലും നമുക്ക് ഓപ്പൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലോഗിൻ ട്രബിൾ കോൺടാക്റ്റ് സപ്പോർട്ടില്ല, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ കൊടുത്തതിന് ഫസ്റ്റ് നെയിം അത് കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് നെയിം. ഓക്കെ. അതിന് ശേഷം നമ്മൾ അതിൽ കൊടുത്തതിന് മെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട്, ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് വന്നതിന് യൂസർ നെയിമും പാസ്വേഡും വന്നിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവില്ല. നമുക്ക് സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മളെ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു വിഡ്രോയിൽ കൊടുത്തതിൻ്റെ OTP വന്നതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് മെയിലിലേക്ക് വന്നൊരു സ്ക്രീൻഷോട്ട് നമ്മളിതിലൂടെ ഈ ചൂസ് ഫയലിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫയൽ നമ്മൾ ഇതിൽ ചൂസ് ചെയ്യാണ്. അതിന് ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് റിക്വസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതിന് കമ്പനി ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു മെയിൽ വരും. ആ മെയിലിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. അത് വെച്ച് ലോഗിൻ ചെയ്താൽ മതി. യൂസർ നെയിം പഴയ തന്നെ ആയിരിക്കും, നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ആയിട്ട് പുതിയത് വരും. അത് നമ്മൾ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൂസ് ഫയൽ ചോദിക്കുന്നത്. അത് കറക്റ്റ് കൊടുത്താൽ കറക്റ്റ് കമ്പനിയെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മെയിലിലേക്ക് യൂസർ നെയിം പാസ്വേഡ് വരും. ഓക്കെ, താങ്ക് യു.